ഗൗരവകരമായ വിവാദങ്ങളും തർക്കങ്ങളും പുകയുന്ന ഒരു സിനിമാ സംഘടനയുടെ അന്തരീക്ഷത്തെ ഒറ്റ പ്രസംഗം കൊണ്ട് ഇത്രയും ലൈറ്റാക്കി മാറ്റാൻ ധ്യാൻ ശ്രീനിവാസൻ അല്ലാതെ വേറെ ആർക്കാണ് സാധിക്കുക? മലയാള സിനിമയിൽ തന്റെ സ്വതസിദ്ധമായ തമാശകളും ആരെയും അമ്പരപ്പിക്കുന്ന കൗണ്ടറുകളുമായി വേദികൾ കീഴടക്കുന്ന താരമാണ് ധ്യാൻ ശ്രീനിവാസൻ. യാതൊരുവിധ ഇമേജ് ഭയവുമില്ലാതെ മനസ്സിൽ തോന്നുന്നത് തോന്നും പോലെ തുറന്ന് സംസാരിക്കുന്ന ധ്യാനിന്റെ പ്രസംഗങ്ങൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ തരംഗമാകാറുണ്ട്. നടി നവ്യ നായർക്കൊപ്പമുള്ള പുതിയ ചിത്രമായ വിസിറ്റർ എന്ന സിനിമയുടെ ലോഞ്ചിനിടെ ധ്യാൻ നടത്തിയ രസകരമായ പ്രസംഗമാണ് ഇപ്പോൾ ഇന്റർനെറ്റിൽ ചിരി പടർത്തുന്നത്. ഭാവിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവണമെന്നുള്ള തന്റെ വലിയ മോഹത്തെക്കുറിച്ചും മലയാള സിനിമയിലെ അമ്മ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തെക്കുറിച്ചും ധ്യാൻ തട്ടിവിട്ട തമാശകൾ കേട്ട് വേദിയാകെ നിറഞ്ഞു ചിരിക്കുകയായിരുന്നു. തമിഴ് സൂപ്പർ താരം വിജയ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ച സംഭവം കോർത്തിണക്കിയായിരുന്നു ധ്യാനിന്റെ പ്രസംഗത്തിന്റെ തുടക്കം. വിജയിയെ പോലെ തനിക്കും അടുത്ത 15 വർഷത്തിനുള്ളിൽ ഒരു മുഖ്യമന്ത്രി ആകണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നുവെന്ന് ധ്യാൻ വേദിയിൽ പരസ്യമായി വെളിപ്പെടുത്തി. എന്നാൽ തന്റെ ഈ വലിയ ആഗ്രഹം കേട്ട ശേഷം സുഹൃത്തും മെന്ററുമായ അജീവ് വർഗീസ് തനിക്ക് നൽകിയ ഉപദേശമാണ് ധ്യാൻ പ്രേക്ഷകർക്ക് മുമ്പിൽ പൊട്ടിച്ചിരിയോടെ പങ്കുവച്ചത്. പെട്ടെന്ന് CM ആയാൽ ശരിയാകില്ലെന്നും അതിന്റെ ആദ്യ പടിയെന്നോണം തമിഴ്നാട്ടിൽ വിജയ് ചെയ്തതുപോലെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തി അമ്മ സംഘടനയുടെ പ്രസിഡന്റ് ആകണമെന്നുമായിരുന്നു അജുവിന്റെ ഉപദേശം. താൻ ഓസ്ട്രേലിയയിലും അയർലാൻഡിലും സ്റ്റേജ് ഷോകളുമായി നടക്കുന്നതിനിടയിലാണ് നാട്ടിൽ പുതിയൊരു വാർത്ത പരക്കുന്നത്. ധ്യാൻ ശ്രീനിവാസൻ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു. എന്നാൽ ഈ വാർത്തകൾക്ക് പിന്നിൽ വേറെ ആരുമല്ല, അജു വർഗീസിന്റെ പവർ ഗ്രൂപ്പ് ആണെന്നാണ് ധ്യാൻ തമാശയായി വെളിപ്പെടുത്തിയത്. ധ്യാൻ പ്രസംഗത്തിൽ പറഞ്ഞത് ഇതാണ്: എന്റെ മെന്ററും പ്രിയ സുഹൃത്തും വഴികാട്ടിയും ഇപ്പോഴത്തെ പവർ ഗ്രൂപ്പിന്റെ തലവനുമായ അജു വർഗീസിനെ കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്. ഞാൻ കുറച്ചു കാലമായി സിനിമകൾ കുറച്ച് സ്റ്റേജ് ഷോകളിലും പരസ്യങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയമാണ്. ഒരു ഷോയുമായി ബന്ധപ്പെട്ട് ഞാൻ ഓസ്ട്രേലിയയിൽ ആയിരിക്കുമ്പോൾ അജു എന്നെ വിളിച്ചു. തമിഴ്നാട്ടിൽ വിജയ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് CM ആകാൻ ഒരുങ്ങുന്ന പശ്ചാത്തലത്തിൽ എന്റെ അടുത്ത 15 വർഷത്തെ ലക്ഷ്യം CM ആകുക എന്നതാണെന്ന് ഞാൻ അജുവിനോട് തമാശയായി പറഞ്ഞു. ഉടനെ അജു എന്നോട് പറഞ്ഞു, നീ പെട്ടെന്ന് CM ആകണ്ട, അതിന്റെ ആദ്യ പടിയെന്നോണം അമ്മ സംഘടനയുടെ പ്രസിഡന്റ് ആകണം. വിജയെ പോലെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്ത് ജനമനസ്സുകൾ കീഴടക്കണം. അതിനുശേഷം പതിയെ CM ആകാം. അങ്ങനെ ഞാൻ അയർലാൻഡിൽ ലാലേട്ടന്റെ ഷോയുമായി നിൽക്കുമ്പോൾ നാട്ടിൽ വാർത്ത വരുന്നു, ഞാൻ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു എന്ന്. അജുവും കൂട്ടരും ചേർന്നാണ് ഈ വാർത്തകൾക്ക് പിന്നിൽ പ്രവർത്തിച്ചത്. ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ദിലീപേട്ട നിങ്ങളല്ല, അത് അജു വർഗീസ് ആണ്. പ്രസംഗം അവിടെയും തീർന്നില്ല. കേട്ടിരുന്നവരെ ഒന്നടങ്കം ചിരിപ്പിച്ചുകൊണ്ട് താൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത സ്ഥാനത്ത് നിന്നും രാജിവെക്കുകയാണെന്ന് ധ്യാൻ പ്രഖ്യാപിച്ചു. ധ്യാനിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: എന്തായാലും മുഖ്യമന്ത്രിയായി ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിച്ചെന്നെ എന്റെ ആഗ്രഹപ്രകാരമല്ലെങ്കിലും അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ വാശി കാണിച്ച എന്റെ മെന്റർ അജുവിന് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനൊപ്പം ഞാൻ ഒരിക്കലും ആകാൻ പാടില്ലാത്ത, ഞാൻ ആഗ്രഹിക്കാത്ത ആ അമ്മ പ്രസിഡന്റ് സ്ഥാനം ഞാൻ ഇവിടെ വെച്ച് രാജിവെക്കുന്നു. രാജിവെച്ചെങ്കിലും ചിലപ്പോൾ ഭാവിയിൽ തിരിച്ചു വരും. തന്റെ രാജിക്കാര്യവും തിരിച്ചുവരവിനെ കുറിച്ചും ധ്യാൻ തമാശയായി പറഞ്ഞപ്പോൾ വേദിയിൽ കയ്യടിയും പൊട്ടിച്ചിരിയും ഒരുപോലെ അലയടിച്ചു. ധ്യാനിന്റെ ഈ വിചിത്രമായ പ്രസംഗത്തിന് തൊട്ടു പിന്നാലെ അതേ വേദിയിൽ വച്ച് തന്നെ അജു വർഗീസ് രസകരമായ മറുപടിയും നൽകി. ധ്യാൻ അമ്മയുടെ പ്രസിഡന്റ് ആയാൽ എന്താണ് സംഭവിക്കുന്ന എന്നതിനെക്കുറിച്ചും അജു പറഞ്ഞത് ഇതാണ്: ധ്യാൻ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് അദ്ദേഹം അമ്മയുടെ തലപ്പത്ത് വന്നാൽ നന്നാവുമെന്ന് ഞങ്ങൾക്ക് തോന്നിയത്. വേറൊന്നും കൊണ്ടല്ല, അതിൽ നടക്കുന്നതൊക്കെ വിളിച്ചു പറയും. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാൻ വേറെ സാധ്യതകളൊന്നും വേണ്ട. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. തുടർന്ന് തമിഴ് താരം വിജയോട് തമാശ രൂപേണ മാപ്പ് ചോദിച്ചുകൊണ്ട് അജു കൂട്ടിച്ചേർത്തു: ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇനി എനിക്ക് തമിഴ്നാട്ടിലേക്ക് കയറാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ പൊന്നു CM വിജയ് സാർ, എൻ നൻപനുക്ക് പൈത്യം, അതിൽ എനിക്ക് ഒന്നുമേ പണ്ണ മുടിയാതെ, നീങ്ക മന്നിച്ചിടുങ്ക. അമ്മ സംഘടനയിലെ വിവാദങ്ങളും ചർച്ചകളും കൊടുമ്പിരി കൊള്ളുന്ന ഈ സാഹചര്യത്തിൽ ധ്യാനും അജുവും ചേർന്ന് നടത്തിയ ഈ സംഭാഷണം സോഷ്യൽ മീഡിയയിൽ വൻ തരംഗമായി മാറിയിരിക്കുകയാണ്. ധ്യാൻ അമ്മയുടെ തലപ്പത്ത് വന്നാൽ അതിൽ നടക്കുന്നതൊക്കെ വിളിച്ചു പറയും. അപ്പോൾ കാര്യങ്ങൾ അറിയാൻ വേറെ സാധ്യതകളും വേണ്ട എന്നാണ് പ്രേക്ഷകരും കമന്റിലൂടെ പറയുന്നത്. എന്തായാലും അമ്മയുടെ അടുത്ത പ്രസിഡന്റായി ധ്യാൻ ശ്രീനിവാസൻ വരണമെന്നാണോ അതോ വരാതിരിക്കുന്നതാണോ നല്ലത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു കിടിലൻ ട്രെൻഡിങ് വിശേഷവുമായി വീണ്ടും കാണാം.